ഇന്ത്യ കണ്ട ഏറ്റവും നല്ല സാമ്പത്തിക വിദഗ്ധൻ, സാമ്പത്തിക ശാസ്ത്രത്തിലെ തലതൊട്ടപ്പൻ, തുടർച്ചയായി 2 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ നടത്തിയ ഇടപെടലുകൾ ഏറെ ലോകശ്രദ്ധ നേടിയിരുന്നു. പ്രധാനമന്ത്രിയായി തുടർന്ന കാലം 1 തവണ മാത്രമാണ് അദ്ദേഹം അവധിയെടുത്തത്, അതും തൻ്റെ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി. ആദ്യമായി ഇന്ത്യ ഭരിക്കുന്ന അഹിന്ദുവായ പ്രധാനമന്ത്രി, ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാതെ 2 തവണ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച മനുഷ്യൻ. ലോകം മൊത്തം സാമ്പത്തിക മാന്ദ്യത്തിൽ കൂപ്പുകുത്തിയപ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരത അയാളുടെ കൈകളിൽ ഭദ്രമായിരുന്നു. പത്രപ്രവർത്തകരുടെ ചോദ്യശരങ്ങളെ ഒരു മടിയും കൂടാതെ നേരിട്ട നിശ്ചയദാർഢ്യത്തിൻ്റെ മറ്റൊരു പേരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഹർക്കുലീസ് സൈക്കിളിൽ നിന്ന് വോക്സ് വാഗണിലേക്ക് ഇന്ത്യൻ മിഡിൽ ക്ലാസ് സ്വപ്നങ്ങൾ ചേക്കേറിയതിന് പിന്നിൽ ഈ പടിഞ്ഞാറൻ പഞ്ചാബിക്കാരന് ചെറുതല്ലാത്തൊരു പങ്കുണ്ട്. ഒരു ധനകാര്യ വിദഗ്ധനിൽ തുടങ്ങി ഇന്ത്യ കണ്ട പലരുടെയും സാമ്പത്തിക ഉപദേഷ്ടാവായി ജീവിച്ച് ധനകാര്യ മന്ത്രിപദവും അലങ്കരിച്ച് പ്രധാനമന്ത്രി പദത്തിലേക്ക് നടന്നു നീങ്ങി ഇന്ത്യയെ സാമ്പത്തിക സുസ്ഥിര ശക്തിയായി വളർത്തി. സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങളിൽ ഇന്ത്യയുടെ യശസ് ലോകമെങ്ങും ഉയർന്നു കേട്ടു. 1932 സെപ്റ്റംബർ 6 ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ പടിഞ്ഞാറൻ പഞ്ചാബിലെ ഗാഹിലാണ് ഈ സിഖ് മതവിശ്വാസക്കാരന്റെ ജനനം. 1957 കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നേടിയ ഫസ്റ്റ് ക്ലാസ് ഓണേഴ്സ് ഡിഗ്രിയും ഓക്സ്ഫോർഡിൽ നിന്ന് എക്കണോമിക്സിൽ നേടിയ ഡോക്ടറേറ്റും ലോക സാമ്പത്തിക രംഗത്ത് അദ്ദേഹത്തിന്റെ തലവര തന്നെ മാറ്റിയെഴുതി. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിലേക്ക് വളർന്നതോടെ 1976 അദ്ദേഹം റിസർവ് ബാങ്ക് ഡയറക്ടറായി ചുമതലയേൽക്കപ്പെട്ടു. അതേസമയം തന്നെ JNUവിൽ ഓണററി പ്രൊഫസറായും തുടർന്നു. 1971 ഇന്ത്യ ഗവൺമെന്റിന്റെ കൊമേഴ്ഷ്യൽ മിനിസ്ട്രിയിൽ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ടു. അടുത്ത വർഷം തന്നെ ഇന്ത്യൻ ധനകാര്യ വകുപ്പിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി. ധനകാര്യ വകുപ്പ് സെക്രട്ടറി, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ, പ്രധാനമന്ത്രിയുടെ ഉപദേശകൻ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മിറ്റി ചെയർമാൻ എന്നിവയും ഈ സിഖുകാരൻ കൈകാര്യം ചെയ്ത മേഖലകളാണ്. 1991 ഇന്ത്യ സാമ്പത്തിക തകർച്ച നേരിട്ട നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. കടുത്തറ്റും കടവുമായി രാജ്യം നട്ടം തിരിയുമ്പോൾ നരസിംഹറാവു കണ്ടെത്തിയ വഴിയായിരുന്നു ഗ്ലോബലൈസേഷൻ. സോവിയറ്റ് യൂണിയൻ തകർന്ന് തരിപ്പണമായി. കമ്മ്യൂണിസ്റ്റ് ചൈനയും ക്യാപിറ്റലിസത്തിലേക്ക് വഴിമാറി. എങ്കിൽ ഇന്ത്യ എങ്ങോട്ട് എന്ന വലിയ ചോദ്യത്തിന് റാവു മുന്നോട്ട് വെച്ച വലിയ ഉത്തരമായിരുന്നു ഗ്ലോബലൈസേഷൻ. ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളെ മൻമോഹൻ സിംഗ് ചിട്ടപ്പെടുത്തിയെടുത്തു. വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന പ്രകൃതക്കാരനായ സിംഗ് തന്റെ ആദ്യത്തെ ബജറ്റ് അവതരണത്തിലൂടെ ആ പ്രഖ്യാപനം നടത്തി. ഫ്രഞ്ച് നോവലിസ്റ്റ് വിക്ടർ ഹ്യൂഗോയെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യയുടെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചു. ലൈസൻസ് രാജിനും പെർമിറ്റ് രാജിനും അയാൾ താഴിട്ട് പൂട്ടി. വിദേശ വ്യവസായങ്ങൾ കൂടുതൽ സുതാര്യമാക്കാൻ പ്രത്യേക നിയമ ഭേദഗതികളും നടത്തി. ധനകാര്യമന്ത്രി പദത്തിൽ നിന്ന് പ്രധാനമന്ത്രിയിലേക്കുള്ള പടികയറ്റം സോണിയാഗാന്ധിയുടെ ആത്മബലം കൊണ്ട് സംഭവിച്ചതാണ്. 2004 മെയ് മാസം ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി പുതിയ മന്ത്രിസഭ അധികാരത്തിലേറി. ഒരു തരി ഏകാധിപത്യ ഛായയും ബാക്കി വെക്കാതെ 60 MP-മാരുമായി ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ജയത്രയാത്ര തുടർന്നു. 2007 രാജ്യം കൃത്യമായ സാമ്പത്തിക വളർച്ച നേടിയെന്ന് കണക്കുകളിലൂടെ തെളിയിച്ചു. 2ാം UPA സർക്കാർ അഴിമതി കുംഭകോണങ്ങളുടെ ഒരു വമ്പൻ വേലിയേറ്റം തന്നെ തീർത്തപ്പോഴും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേരിൽ വ്യക്തിപരമായി ഒരു കറയും പുരണ്ടില്ല. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബറാക് ഒബാമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ വിരുന്നൊരുക്കിയതും ഡോക്ടർ മൻമോഹൻ സിംഗിന് വേണ്ടിയായിരുന്നു. കർമ്മനിരതമായൊരു പുരുഷായുസ് മുഴുവൻ നിശബ്ദം ആചരിച്ചു തീർത്ത ആ മനുഷ്യൻ ഇന്ന് വിസ്മൃതിയിലേക്ക് മാഞ്ഞുപോയിരിക്കുന്നു. 1987 പത്മവിഭൂഷൺ, ജവഹർലാൽ നെഹ്റു ബർത്ത് സെന്റമറി അവാർഡ്, ധനകാര്യമന്ത്രിയായിരിക്കെ 1993 94 ഏഷ്യാമണിയുടെ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ദി ഇയർ അവാർഡ്, ഇതേ 93 യൂറോമണി വക ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ദി ഇയർ അവാർഡ്, 1956 കാംബ്രിഡ്ജ് കാലത്ത് ലഭിച്ച ആഡം സ്മിത്ത് പുരസ്കാരം, 1955 മികച്ച പ്രകടനത്തിന് റൈറ്റ്സ് പ്രൈസ്. ഇതിനെല്ലാം ഉപരി കാംബ്രിഡ്ജും ഓക്സ്ഫോർഡും ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിൽ നിന്ന് ലഭിച്ച എന്നിവയെല്ലാം കൊണ്ട് പുരസ്കൃതമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇന്ത്യയുടെ സാമ്പത്തിക തലവരയെ തിരുത്തിയ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന എക്കണോമിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മൗലികമായ രാഷ്ട്രീയ സാധ്യതയെ സമരസപ്പെടുത്തി. പ്രതിപക്ഷ ആരോപണങ്ങളെ ചെറുപുഞ്ചിരി കൊണ്ട് നേരിട്ട ആ മനുഷ്യൻ ഇന്ന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഒരു പുരുഷായുസ് മുഴുവൻ ഇന്ത്യക്ക് വേണ്ടി ജീവിച്ച ആ മനുഷ്യൻ വിടവാങ്ങുമ്പോഴും ബാക്കിയാവുന്നത് അദ്ദേഹം നടന്നു തീർത്ത വഴികളിൽ പാകിയ മാറ്റത്തിന്റെ വിത്തുകളാണ്. സാമ്പത്തിക രംഗത്ത് ഇന്ത്യ നേട്ടം കൈവരിച്ചതിനെല്ലാം പിന്നിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വൈദഗ്ധ്യവും നരസിംഹറാവുവിന്റെ ഇച്ഛാശക്തിയുമാണ്. തന്റെ 92ാമത്തെ വയസ്സിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ ലോകത്തോട് വിട പറയുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ.